കോതമംഗലം നഗരസഭ വികസന സദസ്സ് നടത്തി. കോതമംഗലം ചെറിയ പള്ളി സെന്റ് തോമസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭ സംഘടിപ്പിച്ച വികസന സദസ്സ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്ടോബർ മാസം 20-ാം തീയതി വരെയുള്ള സമയമെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. കോതമംഗലം നഗരസഭയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറെ വിസ്തൃതമായ പ്രദേശമാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നതും എന്നാൽ വിഭവങ്ങളുടെ കാര്യത്തിൽ വലിയ പരിമിതിയുള്ള ഒരു നഗരസഭയാണ്. നിലവിൽ 31 വാർഡ് ആയിരുന്നത് ഇപ്പോൾ വാർഡ് വിഭജനത്തിന് ശേഷം 33 വാർഡ് എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതം കൃത്യമായി ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെയാണ് നഗരസഭയുടെ മികച്ച ധനകാര്യ മാനേജ്മെന്റ് ആ പ്രവർത്തനത്തിലൂടെ ഇത്രയധികം നേട്ടങ്ങൾ നമുക്കിവിടെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ചെയർമാൻ വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഈ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരിക്കലും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഓണാഘോഷത്തിന്റെ ദിവസത്തിലാണ് ചെയർമാൻ നഗരസഭയിൽ എത്തിയത്. അപ്പോൾ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നെല്ലാം നമ്മൾ കരുതിയിരുന്നതാണെങ്കിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയാണ് അദ്ദേഹം പൂർണ്ണശക്തനായി വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയധികം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഈ നഗരസഭയുടെ ഓരോ വികസന കാര്യത്തിലും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിലും ഒക്കെ കഴിഞ്ഞ 5 വർഷക്കാലവും പ്രിയപ്പെട്ട ടോമി ചേട്ടൻ അതിനകത്ത് നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ടോമി ചേട്ടൻ സൂചിപ്പിച്ച നിരവധി പ്രവർത്തനങ്ങൾ അതെല്ലാം ഈ നഗരസഭയുടെ രൂപീകരണ കാലം മുതൽ അത് പലരും ശ്രമിക്കുന്നതാണ്. നടപ്പാക്കാൻ വേണ്ടി പല ഇടപെടലുകളും വിവിധ കൗൺസിലുകളുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ നഗരസഭയുടെ രൂപീകരണത്തിന് ശേഷം ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് 2020 മുതൽ 2025 വരെ മുൻപ് ചെയ്തതൊന്നും ഇകഴ്ത്തി കാണിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒന്നും നടന്നില്ല എന്നുള്ള നിലയിലല്ല ഞങ്ങൾ ആരും അവതരിപ്പിക്കുന്നത്. പക്ഷെ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു ചുരുങ്ങിയ കാലത്തിൽ 2020 മുതൽ 2025 വരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ വലിയ വികസനമാണ് ഈ നഗരസഭയ്ക്കകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കോതമംഗലത്തെ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. മുൻ ചെയർമാൻമാരായ ബിജു തോമസ്, നിമ്മി നാസർ, EVM ഗ്രൂപ്പ് ചെയർമാൻ EV ജോണി, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ തുടങ്ങി ഒട്ടേറെ പേരെ ആദരിക്കുകയുണ്ടായി. നഗരസഭയുടെ വിവിധ പദ്ധതികൾക്ക് സ്ഥലം വിട്ടുതന്നവർ, കുടുംബശ്രീ, ആശ, അംഗൻവാടി, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന തുടങ്ങിയ മേഖലകളിൽ സേവനം നൽകുന്നവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്വാഗതം പറഞ്ഞു. FIT ചെയർമാൻ R അനിൽകുമാർ, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CPS ബാലൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, മറ്റു നഗരസഭാ കൗൺസിലർമാർ, വ്യാപാരി വ്യവസായി അസോസിയേഷൻ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ ആശംസകൾ നേർന്നു. അതിവേഗത്തിൽ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നു മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളമാകെ ഒറ്റ നഗരമായി മാറുന്നു. ഗ്രാമ നഗര അതിർവരമ്പുകൾ അതിവേഗം കുറഞ്ഞു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KSB ന്യൂസ്.